ഹലോ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ എന്തുണ്ട് വിശേഷം? സോ ഈ ആഴ്ചത്തെ വീക്ക്ലി വീഡിയോയിലേക്ക് സ്വാഗതം. സോ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കും നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പേഴ്സിനും ആൻഡ് നമ്മുടെ യൂട്യൂബിൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും എല്ലാം ആദ്യമേ തന്നെ ഡിസ്ക്ലൈമർ പറയട്ടെ. ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ വീഡിയോ അല്ല, മറിച്ച് നമ്മൾ സ്റ്റഡി പർപ്പസിന് വേണ്ടി എടുക്കുന്ന കണ്ടൻറ്റാണ്. ഇപ്പം പഠിക്കാനെടുക്കുന്ന ഓരോ സ്റ്റോക്സും ഞാൻ പേഴ്സണലി ട്രേഡ് ചെയ്യുന്നതും ഞാൻ സ്റ്റഡി ആയിട്ട് എടുക്കാനും വേണ്ടി പഠിക്കാനും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് ഇതിനെ മാറ്റാനും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. സോ ഇതൊരു എഡ്യൂക്കേഷണൽ കണ്ടൻറ്റായിട്ട് കാണുക. മാർക്കറ്റിനെ പഠിക്കാനായിട്ടുള്ള ഒരു അവസരമായിട്ട് മാത്രം ഈ ഒരു വീഡിയോയെയും ഞാൻ പറയുന്ന സ്റ്റോക്സിനെ എല്ലാം കണ്ട് മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പം ചാനൽ ആദ്യമായിട്ട് വരുന്നവർക്ക് പറയാനുള്ളത്, നമ്മുടെ ചാനലിൻ്റെ ടെലിഗ്രാം ചാനൽ ഇപ്പം ഓൾറെഡി ആക്റ്റീവായിട്ട് മുൻപോട്ട് പോകുന്നുണ്ട്. പഴയ ചാനൽ നമ്മൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയ ചാനലാണ്, ടെക്നിക്കൽ റീസൺസ് കാരണം. സോ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ റിസൾട്ടുകളും സ്റ്റോക്ക് മാർക്കറ്റ് ബേസ്ഡ് ന്യൂസസും എല്ലാം ലേറ്റസ്റ്റ് ആയിട്ടുള്ളതെല്ലാം നിങ്ങളെ അറിയിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞാൻ പേഴ്സണലി എടുക്കുന്ന ട്രേഡുകൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. സോ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ അതുപോലെ തന്നെ ആദ്യം നമുക്ക് നിഫ്റ്റി ഒന്ന് അനലൈസ് ചെയ്ത ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് ബാക്കി സ്റ്റോക്സിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ നിഫ്റ്റി ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? ഓൾ ടൈം ഹൈയിൽ നിന്നും ഡൗൺ സൈഡ് വരുന്നു മാർക്കറ്റ്. അതിനുശേഷം ഡിമാൻഡ് അല്ലെങ്കിൽ ഒരു ചെറിയ സോണിൽ സപ്പോർട്ട് എടുക്കുന്നു. ആൻഡ് അവിടെ നിന്ന് മാർക്കറ്റ് എന്താണ് ശ്രമിച്ചത്? ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് അപ്സൈഡ് പോകാനുള്ള ഒരു അറ്റംപ്റ്റ് നടത്തുകയാണ് ഉണ്ടായത്. ആൻഡ് ഒരു ലോവർ ലോ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് മാർക്കറ്റ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെറിയൊരു ബേസ് ഏരിയ നിൽക്കുകയാണ്. ആൻഡ് മാർക്കറ്റിൽ ഇവിടെ ഉള്ള ഒരു ഗ്യാപ്പ് മാർക്കറ്റ് ഫില്ല് ചെയ്യാനായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മനസ്സിലാവാം അല്ലേ? അപ്പോൾ നമ്മുടെ വ്യൂ എന്താണ്? സിംപ്ലി നമ്മുടെ വ്യൂ ഇത്രേ ഉള്ളൂ. എബോവ് 23,882 ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ കടന്നു കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു ബൈയിങ് പ്രഷർ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് വളരെ ഞാൻ ഇൻട്രാഡേ ലെവൽസിൽ നമുക്ക് മൺഡേ ഡിസ്കസ് ചെയ്യാം, മോർണിംഗിൽ പ്രീ മാർക്കറ്റ് സെഷനിൽ. ആൻഡ് ഈ ഒരു സോണിൻ്റെ താഴെ 23,243 താഴെ പോകുവാണെങ്കിൽ മാർക്കറ്റിൽ വീക്ക്നെസ്സും ആൻഡ് ഈ ഒരു ഏരിയയിൽ കൺസോൾട്ടേഷൻ സോണുമായിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത്. പുതിയൊരു ഹയർ മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 23,862 എബോവ് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് അപ്സൈഡ് ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടിയാൽ മാത്രമേ വൺ ഡേയിൽ നമുക്കൊരു ബുള്ളിഷ് വ്യൂവിലേക്ക് പോകാൻ കഴിയത്തുള്ളൂ. സോ അതുവരേക്ക് നമ്മൾ കുറച്ച് കെയർഫുൾ ആയിട്ട് മാത്രം മാർക്കറ്റിനെ സമീപിക്കുക. ഇസ്രായേൽ ഇറാൻ US യുദ്ധത്തിൻ്റെ കാര്യത്തിലൊന്നും ഒരു തീരുമാനമായിട്ടില്ല. ആൻഡ് റുപ്പി ഫോൾ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ പല പല സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും കാരണം മാർക്കറ്റ് ഇത്തിരി പ്രഷറിൽ കണ്ടിന്യൂ ചെയ്യുകയാണ്. സോ നമ്മളും പൊസിഷൻസ് ഒക്കെ ലൈറ്റായിട്ട് എടുക്കുക. വളരെ കെയർഫുൾ ആയിട്ട് മാത്രം മുൻപോട്ട് പോകുന്നതായിരിക്കും അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നല്ലത്. ഓക്കെ, അപ്പോൾ എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കുകൾ ഞാൻ തന്നെ പരിചയപ്പെടുത്താം. നമുക്കിതെല്ലാം ചാർട്ട് റീഡ് ചെയ്യാനായിട്ട് നമുക്ക് പഠിക്കാം. സോ ഞാൻ ഞാൻ ഹോൾഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകൾ ഒന്നാണ് ഇപ്പോൾ RBL ബാങ്ക്. ഇപ്പോൾ RBL ബാങ്ക് ഒരു ഫ്രഷ് ഹൈ 350 ശേഷം ഡൗൺ സൈഡ് വന്ന് നിൽക്കുകയാണ്. ഒരു പാരലൽ ചാനൽ പോലെ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയാണ്. നമ്മളിവിടെ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ പ്രൈസ് ആക്ഷൻ നമ്മൾ പഠിക്കുകയാണെങ്കിൽ, നിങ്ങൾ കുറച്ച് ശ്രദ്ധയോടെ കാണുകയാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു സോൺ 320 സോണിൽ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? പക്ഷെ ആ ബ്രേക്ക് ഔട്ടിന് ശേഷം ഫോളോ മൂവ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. ആ മാർക്കറ്റ് ഈ ഒരു ബ്രേക്ക് ഔട്ട് മൂവ്മെൻറ്റിന് ശേഷം ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ബ്രേക്ക് ഔട്ട് ക്യാൻഡിലിൻ്റെ താഴെ അല്ലെങ്കിൽ ആ ഒരു സോണിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തേക്കുന്ന സോൺ എന്ന് പറയുന്നത് ആ ബ്രേക്ക് ഔട്ട് ക്യാൻഡിലിൻ്റെ ലോയിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തേക്കാണ്. ആൻഡ് ഇനി എന്ത് സംഭവിക്കാമെന്നുള്ളത് നമുക്ക് വരുന്ന വീക്ക് കാണണം. അപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്ന പ്രൈസ് ആക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് ഏത് സോണിലാണ് ഒരു സപ്ലൈ എടുത്തുകൊണ്ടിരിക്കുന്നത്? 340 എന്നുള്ള റേഞ്ചിൽ മാർക്കറ്റ് മൈനർലി ഒരു സപ്ലൈ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സോൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 350 റേഞ്ചിലേക്ക് അടുത്ത സപ്ലൈ ഉണ്ട്. സോ ഫ്രഷ് മൂവ്മെൻറ്റ് എബോവ് എവിടെയായിരിക്കും ഉണ്ടാവുക? 350 എബോവ് ആയിരിക്കും ഫ്രഷ് മൂവ്മെൻറ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്ക് കുറച്ച് ക്ലോസ്ലി പഠിക്കാൻ ശ്രമിക്കുക. വളരെ നല്ലൊരു പോസിറ്റീവ് പ്രൈസ് ആക്ഷൻ ഞാൻ ഇതിൽ കാണുന്നുണ്ട്. വിത്തിൻ സോൺ ആണ്, കണ്ടില്ലേ? ഒരു രണ്ട് ചാനലിൻ്റെ നടുക്ക് നിന്നാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. എന്നാൽ RBL ബാങ്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കറ്റ് സ്ട്രെങ്ത് ഇല്ലായിരുന്നിട്ടും മാർക്കറ്റിൽ എന്ത് സംഭവിച്ചു? പിടിച്ചു നിൽക്കാനായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് നടത്തി. അതായത് മോസ്റ്റ്ലി ഈ ഒരു ഹൈയിൽ നിന്നും 10% ഡൗൺ സൈഡ് വന്നെങ്കിൽ പോലും മാർക്കറ്റ് ഈ ഒരു സോണിൽ പിടിച്ചു നിൽക്കാനായിട്ടുള്ള അറ്റംപ്റ്റ് നടത്തുകയാണ്. സോ മേ ബി നമുക്കൊരു 340 റേഞ്ച് ബ്രേക്ക് ചെയ്ത് വീണ്ടും ഒരു 350 റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ച ഫ്രഷ് ഹൈസിലേക്കുള്ള ഒരു മൂവ്മെന്റ് RBL ബാങ്ക് ശ്രമിക്കാൻ പോസിബിലിറ്റി ഉണ്ട്. സോ എന്തായാലും ക്ലോസ്ലി നമ്മുടെ വാച്ച് ലിസ്റ്റിലിട്ട് പഠിക്കാൻ ശ്രമിക്കുക. വരുന്ന ദിവസങ്ങളിലെ പ്രൈസ് ആക്ഷൻ അത് ഡിഫൈൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്ത എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ സ്റ്റോക്സ് ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ പ്രാവശ്യം. ടിപ്സ് മ്യൂസിക് എന്ന് പറഞ്ഞ കമ്പനിയാണ് എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു പുൾ ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ടിപ്സ് മ്യൂസിക്കിൽ നിന്ന് എന്ന സ്റ്റോക്കിൽ. അപ്പോൾ എന്തുകൊണ്ടെന്നുള്ള കാര്യം ഞാൻ വ്യക്തമാക്കാം. 1 മന്ത് ചാർട്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്കും സ്റ്റോക്ക് 1 മന്ത് ചാർട്ടിൽ പുതിയ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്ലൈ സോണിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ ഞാൻ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു സോൺ, അതായത് ഈ ഒരു ലോ കണ്ടില്ലേ,
മാർക്കറ്റ് ലോ എടുത്തേക്കുന്ന 485 റേഞ്ചിലാണ്. ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു ബ്രേക്ക്ഔട്ട് തന്നു ആൻഡ് വലിയ പുൾ ബാക്ക് തരാതെ മാർക്കറ്റ് പുതിയ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് പുതിയ സോൺസ് ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീക്ക്ലി ക്ലോസിംഗ് സാമാന്യം ഭേദപ്പെട്ട ഒരു ക്ലോസിംഗും കിട്ടിയിട്ടുണ്ട്. ആൻഡ് മാർക്കറ്റിന് പുതിയതായിട്ടുള്ള ഒരു ഫ്രഷ് സപ്ലൈ വരാൻ പോകുന്നത് 700 റേഞ്ചിലാണ് മാർക്കറ്റിൽ ഒരു ഫ്രഷ് സപ്ലൈ വരാൻ പോകുന്നത്. ഈ ഒരു സപ്ലൈ ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് മാർക്കറ്റ് നടത്തുമോ എന്നുള്ളതാണ്. ഇപ്പോൾ 680 റേഞ്ച് ട്രേഡ് ചെയ്യാണ്. അപ്പം മേ ബി ഇതൊരു പുൾ ബാക്ക് ആയിട്ട് ഡൗൺ സൈഡ് വരാം. 570 റേഞ്ചിൽ നല്ലൊരു ഡിമാൻഡ് ആയിട്ട് എടുത്ത് തിരിച്ചു പോകാം. അല്ലാത്ത പക്ഷം മേ ബി ഈ ഒരു സപ്ലൈ ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് മാർക്കറ്റിൽ നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ക്യാൻഡിൽസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു റൗണ്ടിങ് ബേസ് പോലെ മാർക്കറ്റ് ട്രേഡ് ചെയ്യണം അല്ലേ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ കണ്ട ഈ ഒരു സോണിൽ മാർക്കറ്റ് ഈ ഒരു സോണിൽ ഇങ്ങനെ ട്രേഡ് ചെയ്യുകയാണ്. കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ ആണ്. ഒരു റെസിസ്റ്റൻസിന്റെ താഴെ വന്ന് മാർക്കറ്റ് ഒന്ന് കൺസോൾഡേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു കൺസോൾഡേഷൻ ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തുമെന്ന്. എന്തായാലും 611 താഴെ പോകുകയാണെങ്കിൽ വീക്ക്നെസ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ ക്യാൻഡിലിൽ ഈ ഒരു 611 താഴെ പോകുകയാണെങ്കിൽ മാർക്കറ്റ് വീക്ക്നെസ് സൂചിപ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന്റെ ഫ്രഷ് സപ്ലൈ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. കാര്യം ഈ ഒരു ഏരിയ 700 നല്ല സപ്ലൈ ഉണ്ട്. ആൻഡ് നിങ്ങൾ ഇവിടുത്തെ ക്യാൻഡിൽസ് ക്ലോസ് വാച്ച് ചെയ്യുകയാണെങ്കിൽ കണ്ടില്ലേ, ഓരോ തവണയും മാർക്കറ്റ് ചെയ്യുന്ന ഒരു പ്രൈസ് ആക്ഷൻ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് സപ്ലൈ അടിച്ചു, രണ്ടാമത്തെ തവണ അറ്റംപ്റ്റ് നടത്തി, മൂന്നാമത്തെ തവണ പ്രോപ്പർ സപ്ലൈ അടിച്ചു, നാലാമത്തെ തവണ ക്യാൻഡിൽ ക്ലോസിംഗ് മൈനർ ക്ലോസിംഗിലേക്ക് വരുന്നു. ആൻഡ് കണ്ടില്ലേ വിക്സ് ആണ്, മുകളിൽ നിന്ന് വിക്സോടെയാണ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത്. സോ ഇവിടെ സപ്ലൈ അടിക്കുന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. ആൻഡ് ഈ ഒരു ക്യാൻഡിൽ സ്പെസിഫിക്കലി നിങ്ങൾ നോക്കുക, ഈ ക്യാൻഡിൽ മാർക്കറ്റിൽ ക്ലോസ്ലി മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ നോക്കി. ഈ ഒരു സപ്ലൈ 670 എന്നുള്ള സപ്ലൈ ബ്രേക്ക് ചെയ്യാൻ നോക്കി. ബട്ട് മാർക്കറ്റ് എന്ത് സംഭവിച്ചു, സപ്ലൈ അടിച്ച് തിരിച്ചു വന്നു. വീണ്ടും സപ്ലൈ മാർക്കറ്റ് വീണ്ടും ആ ഒരു 670 എന്നുള്ള സോൺ ബ്രേക്ക് ചെയ്ത് 650 ക്ലോസ് ചെയ്തു. സോ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ക്ലോസിംഗ് അവിടെ കിട്ടിയത് കൊണ്ടാണ് ഞാൻ ടിപ്സ് മ്യൂസിക്കിൽ മൈനർ ലെവലിൽ ഞാനിത് പഠിക്കാനായിട്ട് എടുത്തത്. സോ വീണ്ടും നിങ്ങൾ പ്രൈസ് ആക്ഷൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ വാച്ച് ചെയ്യുക. ടിപ്സ് മ്യൂസിക്കിന്റെ വരുന്ന ദിവസങ്ങളിലെ മൂവ്മെന്റും വരുന്ന ആഴ്ചകളിലെ മൂവ്മെന്റ് വായിച്ചാൽ ഞാൻ പറയത്തുള്ളൂ. ഒരു 3 to 4 വീക്സ് ടിപ്സ് മ്യൂസിക്കിന്റെ മൂവ്മെന്റ് വാച്ച് ചെയ്യുക. എനിവേ ഞാൻ പറയുന്ന പോലെ തന്നെ 612 താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വീക്ക്നെസ് ആയി. അല്ലാത്ത പക്ഷേ ഇതിന് അബോവ് ആണ് നിൽക്കുന്നതെങ്കിൽ ഇതിന്റെ ഒരു പ്രൈസ് ആക്ഷൻ നിങ്ങൾ ക്ലോസ്ലി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ICICI AMC എന്ന് പറഞ്ഞ കമ്പനിയാണ്. അറിയായിരിക്കും പലർക്കും. ഓക്കെ, ICICI AMC ഞാൻ എടുക്കാൻ കാരണം ഒന്ന് വ്യക്തമാക്കാം. ICICI AMC നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിന് ശേഷം IPOയ്ക്ക് ശേഷം സ്റ്റോക്ക് ഒരു ഹയർ ഹൈ തന്നു പോയി ആൻഡ് തിരിച്ച് ലോ ഒരു ഡിമാൻഡ് സോണിലേക്ക് വന്നു. ആ ഡിമാൻഡ് സോണിൽ നിന്നുള്ള റിയാക്ഷനാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, ഈ ഒരു ലോയാണ് മാർക്കറ്റിന്റെ ഡിമാൻഡ് സോണിൽ നിന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്ത് അപ്സൈഡ് പോയി. അതിന്റെ അപ്സൈഡ് പോയി ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തു. ഹൈ ബ്രേക്ക് ചെയ്ത ശേഷം ബയേഴ്സിനെ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കുക. ബ്രേക്ക് ചെയ്തു, നല്ല പ്രൈസ് ആക്ഷൻ കാണിച്ചു, റീടെസ്റ്റ് തന്നു, റീടെസ്റ്റിന് ശേഷം ഫോളോ മൂവ് തന്നു, അതിനുശേഷം ഡൗൺ സൈഡ് ഉണ്ടായി. കണ്ടില്ലേ, അപ്പോൾ ഇതാണ് പറയുന്ന റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ സ്റ്റോക്ക്. സോ എന്തായാലും ICICI AMC നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ഇടുക. കാര്യം ഒരു സ്റ്റോപ്പ് ലോസ് ഫണ്ടിങ് പോലെ, അതായത് ബയേഴ്സിനെ ട്രാപ്പ് ചെയ്ത് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. മാർക്കറ്റിനെ ക്ലോസ്ലി വാച്ച് ചെയ്യും നിങ്ങൾ. ഈ ഒരു ഗ്യാപ്പ് ഉണ്ട് ഇവിടെ. നിങ്ങൾ ഈ 2 ക്യാൻഡിൽസിൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് കണ്ടോ, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് മാർക്കറ്റ് തിരിച്ചെത്തിയത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് ആയിരിക്കാം, മാർക്കറ്റ് അവിടെ വന്ന് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അല്ലേ, അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത ശേഷമാണ് മാർക്കറ്റ് തിരിച്ചു കയറാനുള്ള അറ്റംപ്റ്റ് നടത്തുന്നത്. സോ വീണ്ടും ക്ലോസ്ലി വാച്ച് ചെയ്യുക. ഈ 3000 ബിലോ ക്ലോസിംഗ് വന്നാൽ ഇത് വീക്ക് ആവും. അപ്പോൾ എന്തായാലും പ്രൈസ് ആക്ഷൻ പഠിക്കാൻ പറ്റിയവർക്ക് ഒരു നല്ലൊരു കാൻഡിഡേറ്റ് ആണ് ICICI Prudential Asset Management കമ്പനി. അപ്പോൾ ഇതിന്റെ ഒരു പ്രൈസ് ആക്ഷൻ, ഫ്യൂച്ചർ പ്രൈസ് ആക്ഷൻ നിങ്ങൾ വാച്ച് ലിസ്റ്റ് ഇട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത സ്റ്റോക്ക് MV ആണ്. MV കേട്ടിട്ടുണ്ടാവും പലരും. MV ഫോട്ടോ വോൾട്ടേക് പവർ ലിമിറ്റഡ്. ഓക്കെ, ഇതും ഒരു ചാനൽ ബ്രേക്ക്ഔട്ടിന് ശേഷം മാർക്കറ്റ് എന്ത് സംഭവിക്കുകയാണ്, വലിയ ക്യാൻഡിൽസ് തന്ന് ഇത് നോർമലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ബ്രേക്ക്ഔട്ട് തരുന്നു, ഫോളോ മൂവ് ഇല്ല, വലിയ റെഡ് ക്യാൻഡിൽസ് തരുന്നു. പക്ഷേ ഞാൻ ഈ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും വീക്ക്നെസ്, മാർക്കറ്റിൽ വീക്ക്നെസ് നിൽക്കുമ്പോഴും MV എന്ന് പറഞ്ഞ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. സോ MV ഈ ക്യാൻഡിൽസിൽ സപ്ലൈ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഈ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കാണ്. എന്തായാലും ഒരു 299 ഈ ഒരു സപ്ലൈയിലേക്ക് വീണ്ടും ഒരു ടെസ്റ്റിംഗ് ഉണ്ടാവുമോ, 12% 13% മൂവ്മെന്റ് ഉണ്ടാവുമോ ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങളും വാച്ച് ചെയ്യാൻ ഇടുക. കാര്യം ഇതിൻ്റെ ഒരു ഫോളോ മൂവിനുള്ള പോസിബിലിറ്റി ഞാൻ ഇതിൽ കണ്ടതുകൊണ്ടാണ് ഞാനിതിൽ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുന്നത്. MV ഫോട്ടോ വോൾട്ടേക് പവർ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി അല്ല, കാണുമ്പോൾ റെഡ് ക്യാൻഡിൽസ് ആണ്, പക്ഷേ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ആ ഒരു സപ്ലൈക്ക് സമീപം ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇത്രയും വലിയ റെഡ് ക്യാൻഡിൽസ് വന്നിട്ടും ബയേഴ്സ് 240 റേഞ്ചിൽ നിന്നും ഈ സ്റ്റോക്കിനെ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അപ്പം ESAB ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനി നമുക്ക് നോക്കാം.
ഇസാബ് ഇന്ത്യ അടുത്ത വാച്ച് ലിസ്റ്റിലിട്ട സ്റ്റോക്കാണ്. ഇസാബ് ഇന്ത്യ എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഞാൻ ഈ സ്റ്റോക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇസാബ് ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനി നോക്കട്ടെ ഏത് റേഞ്ചിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് നമുക്ക് നോക്കാം. ഇസാബ് ഇന്ത്യ ഓക്കെ 5909 റേഞ്ചിൽ നമ്മൾ ഇസാബ് ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പഠിക്കാനായിട്ട്. ആൻഡ് നിലവിൽ അതിൻ്റെ പ്രൈസ് 7053 ഓക്കെ. എന്നാണ് നമ്മൾ ഷെയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ April 27 ഞാൻ ഈ കമ്പനി നിങ്ങളുടെ നോട്ടീസ് ചെയ്യിപ്പിച്ചതാണ് ഈ സ്റ്റോക്ക്. ആൻഡ് നിലവിൽ നല്ല റേഞ്ചിൽ പോയി. എത്ര റേഞ്ചിലാണ്? 5909 നിന്നും ഈ സ്റ്റോക്ക് ഇപ്പോൾ നിൽക്കുന്നത് 7053 റേഞ്ചിലാണ്. കണ്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത ശേഷം ഈ സോണിൽ നിന്നും ബ്രേക്ക് ചെയ്ത ശേഷം മാർക്കറ്റ് ഒരു പുൾ ബാക്ക് തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു പുൾ ബാക്ക്, അതായത് ഒരു മദർ ക്യാൻഡിലാണിത്. ഈ ക്യാൻഡിലിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഈ സ്റ്റോക്ക് പുൾ ബാക്ക് ചെയ്തു. 3, 4, 5, 6, 7, 8 മോസ്റ്റ്ലി 12 to 13 ഡേയ്സ് ആണ് ആ പുൾ ബാക്കിന് എടുത്തത്. ആൻഡ് മാർക്കറ്റ് അവിടെ നിന്ന് വീണ്ടും ആ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തുകയാണ്. ഇസാബ് ഇന്ത്യ വളരെ നല്ലൊരു പ്രൈസ് ആക്ഷൻ കാണുന്നുണ്ട്. ടെക്നിക്കൽ സ്ട്രെങ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇസാബ് ഇന്ത്യ വാച്ച് ലിസ്റ്റിൽ ഇടുക. ഇതിന്റെ ഒരു ഫെർദർ മൂവ്മെന്റ്സ് വാച്ച് ചെയ്യുക. എനിവേസ് ഒരു 2 weeks 3 weeks ഇസാബ് ഇന്ത്യ എന്തായാലും എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഉണ്ടാവും. നിങ്ങളും ഈ ഒരു 2 to 3 weeks ഈ സ്റ്റോക്ക് ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് KRM ആയുർവേദ ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. ജസ്റ്റ് ഒരു IPO കമ്പനി ലിസ്റ്റഡ് ആണ്. എൻ്റെ കയ്യിൽ ഞാൻ 1-2 ദിവസമായിട്ട് ഇത് വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുള്ളൂ. ഞാൻ KRM ആയുർവേദ എന്ന് പറഞ്ഞ കമ്പനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ IPOയ്ക്ക് ശേഷം ഈ സ്റ്റോക്ക് നല്ലൊരു ബേസ് ബ്രേക്ക് ഔട്ട് തന്ന് പുൾ ബാക്കിൽ നിൽക്കുകയാണ്. അപ്പം ഈ സ്റ്റോക്ക് KRM ആയുർവേദ ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു സപ്ലൈ എടുത്തുകൊണ്ടിരിക്കുകയാണ്. 250 റേഞ്ചിലാണ് സപ്ലൈ എടുക്കുന്നത്. അപ്പോൾ KRM ആയുർവേദയുടെ ഒരു വീക്കിലി, അതായത് ഈ ഒരു ലോ 215 ഒന്ന് ലോ ബ്രേക്ക് ചെയ്യാതിരുന്നാൽ മാർക്കറ്റിൽ ഒരു കൺസോൾട്ടേഷൻ ചെയ്ത ശേഷം ഒരു മൂവ്മെന്റ് ഞാൻ പ്രതീക്ഷിച്ചാണ് KRM ആയുർവേദനെ വാച്ച് ലിസ്റ്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ എന്തായാലും വെർത്താണ്, ഒന്ന് വാച്ച് ചെയ്യുന്നതുകൊണ്ട് വെർത്താണെന്ന് തോന്നുന്നു. എന്തായാലും ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇട്ട് പഠിക്കാൻ ശ്രമിക്കുക KRM ആയുർവേദ. ഓക്കെ. അപ്പോൾ ലാസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ADC ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇതൊക്കെ വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് പ്രൈസ് ആക്ഷനാണ് കാണിക്കുന്നത്. ADC ഇന്ത്യ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ മാർക്കറ്റ് ഇത്രയും ക്രാഷിനിടയിൽ ഈ സ്റ്റോക്ക് ട്രാവൽ ചെയ്തത് മോസ്റ്റ്ലി 100% റിട്ടേൺ എന്ന കമ്പനിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ADC ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനി ഇത്രയും ദിവസം കൊണ്ട്, എത്രയോ ദിവസം കൊണ്ടാണ്, ഒരു കഴിഞ്ഞ 1-2 മാസമായിട്ട് ഈ സ്റ്റോക്ക് തരുന്ന മൂവ്മെന്റ് ആണ്. 114% മൂവ്മെന്റ് ആണ് ADC ഇന്ത്യ കമ്മ്യൂണിക്കേഷൻസ് തന്നത്. അതിന്റെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഇത്രയും നല്ലൊരു പ്രൈസ് മൂവ്മെന്റ് തരാൻ ഒരു കാര്യം കാണുമല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. ആൻഡ് വീക്കിലി ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ് സെറ്റപ്പ് പോലെ ADC ഇന്ത്യ കണ്ടുകൊണ്ടാണ് ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുന്നത്. എന്തായാലും 100% മൂവ്മെന്റ് തന്ന സ്ഥിതിക്ക് ഞാൻ എന്തായാലും ഞാൻ പ്രതീക്ഷ തന്നെയാണ് ഒന്ന് മേ ബി ഒരു ചെറിയ പുൾ ബാക്ക്, ഒരു ഡൗൺ സൈഡ് വന്ന് കുറേ ബയേഴ്സിനെയൊക്കെ ട്രാപ്പ് ചെയ്ത് ഒരു സെൽ ഓഫ് ഒക്കെ നടത്തുമെന്നാണ്. ബട്ട് മാർക്കറ്റ് വീണ്ടും സ്ട്രെങ്ത് കാണിക്കുകയാണ്. ഇതിൽ ബയേഴ്സിനെ വീണ്ടും സെല്ലേഴ്സിനെ വീണ്ടും ഔട്ടാക്കി ബയേഴ്സ് സ്ട്രെങ്ത് വീണ്ടെടുക്കുന്നതായിട്ടാണ് ADC ഇന്ത്യ കമ്മ്യൂണിക്കേഷനിൽ എനിക്ക് തോന്നുന്നത്. ഈ സ്റ്റോക്ക് അടുത്ത 2 മാസത്തേക്ക് നമ്മളൊന്ന് വാച്ച് ലിസ്റ്റിലിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പം ഞാൻ ഇതിൻ്റെ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ഫെർദർ മൂവ്മെന്റ്സ് നമുക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഡിസ്കസ് ചെയ്യാം. ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതേപോലെ നല്ല കമ്പനികളൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്താം. ഓക്കെ. ഇന്ന് ഇത്രയും വീഡിയോ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടെലിഗ്രാമിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളെല്ലാം ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. മൺഡേ പ്രീ മാർക്കറ്റ് സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. താങ്ക് യു.